തുടക്കത്തിൽ തന്നെ ഹീറോയിൻ ആണെങ്കിൽ മിസ് ഷൂവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഫെങ്മുയാനെ കല്യാണം കഴിക്കാൻ പോവാന്നുള്ള കാര്യം പറഞ്ഞത് അവനും പറയാണ് ഈ കാലത്തെ പെൺകുട്ടികളൊക്കെ ആദ്യം കുറച്ച് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക, പിന്നെയും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് അവളുടെ ഫേസ് മൊത്തത്തിൽ മാറും കേട്ടോ. ഏതായാലും ഫെങ്മുയാനെ കല്യാണം കഴിക്കാൻ വേണ്ടി നീ എടുത്ത തീരുമാനം നല്ലതാട്ടോ, ഏതായാലും നിനക്ക് പറ്റിയ പയ്യനാന്ന് പറയുമ്പോഴത്തേക്കിന് ശരിക്കും ആണോ എന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും പിന്നല്ലാണ്ട് എന്തുകൊണ്ട് അവൻ തന്നെ നിനക്ക് യോജിച്ചതെന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ എന്നാൽ ഞാൻ നാളെ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തോണ്ട് വരാം, അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തരുമെന്ന് വെക്കുമ്പോഴത്തേക്കിന് പിന്നെന്താ മോൾ ധൈര്യമായിട്ട് നാളെ വന്നേക്കുക തരാമെന്ന് പറയുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഫെങ്മുയാനോട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കിന് അവൻ അവിടെ ഉണ്ടാവില്ല, രാവിലെ എവിടെയോ പോയി എന്നാണ് പറയുന്നത്. അതേസമയം ഹീറോ എവിടെയാന്ന് വെച്ചാൽ ഇവളെ പെണ്ണ് ചോദിച്ച് അവളുടെ വീട്ടിലോട്ട് തന്നെയാണ് വന്നേക്കുന്നത്. പോരാഞ്ഞിട്ട് ഇവളുടെ ഫാമിലി ആണെങ്കിൽ കുറച്ച് തിങ്സ് ഒക്കെ നമ്മുടെ ഹീറോയിന് കൊടുത്തില്ലായിരുന്നോ, ഇഫങ്ങിന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ദേഷ്യത്തിൽ ഇഫങ്ങിന്റെ വീട്ടുകാർക്ക് കൊണ്ടുവന്നൊക്കെ ആണെങ്കിൽ ഇവന് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ, അതേ സാധനങ്ങളാണ് റിട്ടേൺ ഇവരുടെ കയ്യിൽ തന്നെ വന്നേക്കുന്നത്. അച്ഛനിത് കണ്ടത് എന്തിനാ മോനെ ഇത്ര സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇല്ലച്ചാ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, കാരണം നിങ്ങളുടെ മകളെ ഞാൻ പെണ്ണ് ചോദിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞത് അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ഷോക്കാവും കേട്ടോ. അപ്പത്തേക്കിനും കറക്റ്റ് അവിടെ കാണുകയും ഹീറോയിൻ കയറി വരുവാണ്. ഇവരെ കണ്ടത് നീ എന്താണ് ഇവിടെ ചെയ്യുന്ന ബാബാ ഇറങ്ങി പറഞ്ഞിട്ട് പിടിച്ചു വലിക്കുമ്പോഴത്തേക്കിന് നിക്കവിടെ രണ്ടു എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക കേട്ടോ. ഞാൻ ഓൾറെഡി ഇവരോട് കാര്യം പറഞ്ഞു എന്നാണെങ്കിൽ പറഞ്ഞത് അമ്മയും അച്ഛനാണെങ്കിൽ നീ ഇവനെ കല്യാണം കഴിക്കാനാണോ തീരുമാനിച്ചേക്കുന്നത്, അത് ഇവനെ ഇങ്ങോട്ടേക്ക് വന്നേടിയെന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് അമ്മ ഒരു ഭാഗത്തോട്ട് പോവും, അച്ഛനും അവനെയും കൂട്ടിക്കൊണ്ട് വേറെ ഭാഗത്തോട്ട് പോവാ കേട്ടോ. ഫെയിനിയുടെ അടുത്താണെങ്കിൽ നീ ഈ പൊട്ടനെയാണോ ഈ കല്യാണം കഴിക്കാൻ പോകുന്നത്, നീ ഇവങ്ങ് ഓൾറെഡി ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലായിരുന്നു, എന്തൊക്കെ ഇവിടെ നടക്കുന്നത് വയ്ക്കുമ്പോഴത്തേക്കിന് അമ്മ ഫെങ്മുയാൻ പൊട്ടനൊന്നുമല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അതുപോലെ തന്നെ ഞാൻ ഈ ഫെങ്ങും ബ്രേക്കപ്പ് ആയി അതൊന്നും സെറ്റ് ആവില്ല, ബ്രേക്കപ്പ് ആയി എന്ന് വെച്ചിട്ട് അപ്പത്തേക്കിനും വേറൊരുത്തരെ കല്യാണം കഴിക്കാൻ എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം എന്നാണ് ഈ ചോദിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ജന്മം ചെയ്ത എൻ്റെ മോളെ നിന്നെ കെട്ടിക്കില്ലെന്ന് പറയും. അതെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും കാരണം നിനക്കൊരു ജോലിയില്ല വീടില്ല, എന്ത് വിശ്വസിച്ചാൽ നിന്റെ കൂടെ എൻ്റെ മകളെ പറഞ്ഞുവിട, അതുകൊണ്ട് ഒരിക്കലും കല്യാണത്തിന് ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് അമ്മ ഫേനിയോടും പറയുന്നത്, നിങ്ങളുടെ രണ്ടുപേരെ കല്യാണത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ലെന്ന്. അതേം ഇവളാണെങ്കിൽ നേരെ അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അച്ഛനോടും അമ്മയോടൊന്നും പറയണ്ടെന്ന്, നിനക്ക് എന്തായാലും ഇത്ര അത്യാവശ്യം കണ്ടില്ല, എല്ലാം തീർന്നെന്ന് പറയുമ്പോഴത്തേക്കിനും എനിക്കറിയാം ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന്, പക്ഷെ ഒരു നാൾ എന്തായാലും നമ്മൾ ഈ പ്രശ്നം ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ എന്നാണ് പറയുമ്പോഴത്തേക്കിനും ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, നിന്നോട്ട് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയുമ്പോൾ അതാലോചിച്ച് നീ വിഷമിക്കേണ്ട, കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാവെന്ന് പറയുമ്പോൾ എങ്ങനെയെന്ന് വയ്ക്കും, കാരണം ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും തന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ നിന്റെ അച്ഛനും അമ്മയും എന്തായാലും എന്നെ ഇഷ്ടപ്പെടും. അതേസമയം ഫേനിയും ഫെമ്മുയാങ്ങും ആണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമാണെങ്കിൽ ഇവങ്ങ് അറിഞ്ഞിട്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ് അവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ ഞാൻ കേട്ടില്ല, അമ്മ അതിന് സമ്മതിച്ചു നിൽക്കുമ്പോൾ പിന്നെ ഞാനെന്താ സമ്മതിക്കാതിരിക്കാൻ പറ്റുക, അത് അവരുടെ ഇഷ്ടമല്ല, അവരല്ലേ കല്യാണം കഴിക്കുന്നത്, എനിക്കെന്തായാലും പറയാൻ പറ്റുമോ, പക്ഷെ അമ്മ ഞാനും ഫേനും ഡേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നാട്ടുകാർക്ക് മൊത്തം അറിയത്തില്ല, ഇപ്പം എന്നെ ഒഴിവാക്കിയിട്ട് വേറൊരു പയ്യനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം എന്നെ നോക്കി ചിരിക്കത്തില്ലേ, എടാ നീ ഒന്നും മിണ്ടാതിരുന്നേ, നിനക്കും അവൾക്ക് സെറ്റ് ആവത്തില്ലെന്ന് ഫേനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അവൾ ഡീസൻ്റ് ആയിട്ട് നിന്നെ ഒഴിവാക്കി പോയത്. ഇത് നോക്കിക്ക് ലങ്കിയില്ല, അവൾ നല്ല സ്മാർട്ടായിട്ട് നല്ല അറിവുള്ള കൊച്ചാണ്, അതുകൊണ്ട് നാളെ തന്നെ അവളുമായിട്ട് നീ ഡേറ്റിന് പോകണം, അതായത് ഒരു മൂവിക്കൊക്കെ കൊണ്ടുപോയിക്കോന്ന് പറയുമ്പോഴത്തേക്കിനും ഞാനൊന്നും അവളെ കൊണ്ടുപോകത്തില്ല, മര്യാദയ്ക്ക് ഞാൻ പറയുന്നതായിട്ട് നാളെ അവളെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയി കാണിച്ചോണം, അല്ലെങ്കിൽ നിന്നെ വീട്ടിൽ പോലും ഞാൻ കേട്ടത്തില്ല എന്നാണ് ഈ പറഞ്ഞത്. ഇവങ്ങനാണെങ്കിൽ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. അന്നനായിട്ട് അമ്മയ്ക്ക് അച്ഛനാണെങ്കിൽ ഉറക്കം വരുന്നില്ല കേട്ടോ, തൻ്റെ മകളുടെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ആ ചെറുക്കനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു, നിങ്ങൾക്ക് അതിനുള്ള കഴിവ് പോലും ഇല്ല മനുഷ്യാന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എന്താ നിനക്ക് നമ്മുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ലായിരുന്നോ, നിങ്ങൾക്ക് തന്നെ അറിയില്ല ഫേനിയുടെ സ്വഭാവം എന്താന്ന്, അവൾക്ക് എല്ലാത്തിനോടും ഭയങ്കര വാശിയാണ്, അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞാൽ നടക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അവളുടെ അതേ ക്യാരക്ടർ തന്നെയാണ് ഈ ഫെങ്മുയാങ്ങിനും, അവനെയും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, പക്ഷെ നമ്മുടെ മോളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവത്തേന്നൊക്കെയാണ് അവളെ പറ്റിയാണ് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഹീറോന്റെ സിസ്റ്ററിനെയാണ് കാണിക്കുന്നത്, അവരുടെ അടുത്ത് ഡോക്ടർ ജി ഇല്ലേ അവരാണെങ്കിൽ വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാലോ, നിനക്കെന്താ അതിനോടുള്ള ഒരിത് എന്നാണ് ഈ ചോദിക്കുമ്പോഴത്തേക്കിന് സിസ്റ്ററും പറയാണ് ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നില്ല, കാരണം നമ്മൾ മീറ്റ് ചെയ്തിട്ട് അത്രേ ആയിട്ടുള്ളൂ, ആക്ച്വലി നമ്മൾ മീറ്റ് ചെയ്തിട്ട് അത്ര ആയിട്ടുള്ളെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ നല്ലോണം നടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത്രയൊക്കെ ടൈം മതിയെന്ന് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ നിന്നോട് ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കാണ്, എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് നോക്കുമ്പോഴത്തേക്കിനും എന്നാൽ ഞാനും ഓപ്പൺ ആയിട്ട് തന്നെ ഒരു കാര്യം പറയുകയാണ്, നമുക്കിടയിൽ ഒരിക്കലും ഇതൊന്നും നടക്കത്തില്ല എന്നാണ് ഈ പറയുമ്പോൾ എന്താ നീ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ അച്ഛനും അമ്മയും നല്ലൊരു പൊസിഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ, അതുകൊണ്ട് നിനക്ക് നല്ലൊരു ഫാമിലിയെ കിട്ടിയ പോലെ ആവില്ലേ എന്നെ കല്യാണം കഴിച്ചാ,
ഇത് കേട്ടത് അവളൊരു കാര്യം ആലോചിക്കാട്ടോ. ഇവള് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഏതൊരു പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ പ്രൊഫസർ ഇവളോട് പറഞ്ഞിട്ടുണ്ടാവും, നിന്നെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടതെന്ന് പലരും പറയുന്നുണ്ട്, കാരണം നിന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ടെന്ന്. അതുപോലെ തന്നെയാണ് ഇവനും ഇപ്പോൾ സംസാരിക്കുന്നത്, എൻ്റെ ഫാമിലി വന്ന നല്ലതായിരിക്കില്ല നിനക്ക്, അതുകൊണ്ട് വന്നൂടെ, നമുക്ക് രണ്ടുപേർക്ക് എന്തായാലും സെറ്റ് ആവും എന്ന് പറയുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ നിന്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ വേറെയാണ്, അതൊരിക്കലും സെറ്റ് ആകാൻ പോകുന്നില്ല, നിന്നെക്കാട്ടിൽ നല്ല ഓപ്ഷൻസ് എനിക്ക് കിട്ടും, അതുകൊണ്ട് ഇതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പോവാൻ നമ്മളെ പിന്നെ പിടിച്ചെടുത്തിട്ട് നീ എന്താ ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്, അതൊക്കെ പണ്ടുള്ളവർ ചിന്തിക്കാണ്, ഞാനിപ്പോൾ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ ഇഷ്ടം, പഴയ രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ റെഡിയാണ്. ഞാനൊരു പഴയ കാലത്തെ മനുഷ്യനായതുകൊണ്ട് ഇതുപോലൊരു സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടികളെ ഞാൻ ഒരിക്കലും മിസ്സാക്കില്ല, അതുകൊണ്ട് നിന്നെ എനിക്ക് തന്നെ വേണം. ഇത് കേട്ടത് അവളാണെങ്കിൽ ചിരിച്ചിട്ട് ശരി എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറയുമ്പോൾ ശരി നീ ടൈം എടുത്തു, ഞാൻ ഇവിടെ നിൽക്കാന്ന് പറയും. 3 മണിക്കൂറായി അവൾ ചിന്തിച്ചിരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഇപ്പോൾ 3 മണിക്കൂറായി എന്തെങ്കിലും ആൻസർ ആയി നിൽക്കുമ്പോൾ ഇല്ല എനിക്ക് ഇനിയും ടൈം വേണമെന്ന് പറയും. ഓൾറെഡി നിന്റെ മനസ്സിൽ തന്നെ അതിനുള്ള ആൻസർ ഉണ്ട്, എന്നിട്ട് നീ പറയാതിരിക്കുന്നില്ലേന്ന് ചോദിക്കും. എന്നാൽ പിന്നെ ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാന്ന് പറയുമ്പോഴത്തേക്കും നീ എന്നെ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ എസ് പറയും കേട്ടോ. അതേസമയം ഫേനിയുടെ അച്ഛനാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ നാട്ടുകാരുടെ കൂടെ ചെസ്സൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മൂവ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം കളി തോക്കും. അത് നന്നായിട്ട് നമ്മുടെ അച്ഛൻ അറിയാവുന്നതുകൊണ്ട് കളിയിൽ എങ്ങനെയെങ്കിലും പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് കളിപ്പിക്കുന്നത്. എടാ നീ അത് എടുത്ത് വെച്ച് തോക്കും നിനക്ക് അറിയുന്നതുകൊണ്ടല്ല നീ ഇങ്ങനെ നേരം കളിയുന്ന നോക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മുടെ അച്ഛനാണെങ്കിൽ ചെസ് ബോർഡൊക്കെ എടുത്തിട്ട് മറിക്കും കേട്ടോ, ഈ കളി ശരിയില്ല തട്ടിപ്പാന്ന് പറഞ്ഞ്. ആ സമയത്തായിരിക്കും നമ്മുടെ ഫെമ്മുവാൻ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് കളിച്ച അയാളും പറയാണ് നീ ഫുള്ള് തട്ടിപ്പാണ്, തോക്കെന്ന് അറിയുമ്പോൾ എപ്പോഴുള്ള അടവല്ലേടാ നിന്റെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനോ ഹീറോ ആണെങ്കിൽ അയ്യോ എൻ്റെ മാസ്റ്ററിനെ പറ്റി അങ്ങനെയൊന്നും സംസാരിക്കരുത്, മാസ്റ്റർ നല്ലൊരു ഗെയിമറാണ്, അങ്ങേരാണ് എന്നെ വരെ ചെസ്സ് കളിക്കാൻ വേണ്ടി പഠിപ്പിച്ച്, വേണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു മാച്ച് വെക്കാന്ന് പറയുമ്പോഴത്തേക്കിനോ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ എടാ എന്തിനാണ് വേണ്ടാത്ത പണിക്കൊക്കെ നിൽക്കുന്നത്, ബാ പോവാന്ന് പറഞ്ഞിട്ട് ഹീറോ കൂട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ സമ്മതിക്കത്തില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു മാച്ചിന് നിൽക്ക്, ശരിടാ എനിക്ക് ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് പിന്നെ ബെറ്റില്ലാതെ ഒരു കളിക്ക് ഞാൻ റെഡിയല്ല, അതുകൊണ്ട് നിങ്ങൾ എന്താ പകരം ജയിച്ചാൽ തരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ഞാനൊരു വാട്ടർ മെലൺ തരാമെന്ന് പറയുമ്പോഴത്തേക്കിന് ശരി ഞാനെന്നാ തോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വൈനൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കളിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഹീറോ ആണ് കളിക്കുന്നതിൽ മൊത്തം ജയിക്കുന്ന കേട്ടോ. നമ്മുടെ അച്ഛനും ഭയങ്കര അഭിമാനത്തോട് പറയാണ് എടാ നീ ഇനി എത്ര ട്രൈ ചെയ്തിട്ട് കാര്യമില്ല, ഫെങ്മു ഞാൻ ജയിക്കാൻ പോകുന്നതും ശരി ഞാൻ എൻ്റെ തോൽവി സമ്മതിക്കാണ്, നിങ്ങൾക്കുള്ള വാട്ടർ മെലൺ ഞാൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അവിടുന്ന് പോവും. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഹീറോ ഭയങ്കര സന്തോഷത്തോടെ അച്ഛനാണെങ്കിൽ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. അതും ആ വഴിമോട്ടിലും ജയിച്ച ആ വാട്ടർ മെലണൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇങ്ങനെ അടുത്ത് താൻ ഹീറോ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള കാര്യം പറയുന്നത്. അവളാണെങ്കിൽ അയ്യോ അതൊന്നും വേണ്ട, അവനൊന്ന് കല്യാണം കഴിക്കാണെന്ന് പറയുമ്പോൾ സാലഡ് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാവുകൊണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഫെനി നീ എന്തിന് ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതും ആ ഫെങ്മയാനെ പോലുള്ളൊരു വിവരമില്ലാത്തവനെ കൊണ്ട് നിന്നെ കല്യാണം കഴിക്കാനേ സമ്മതിക്കത്തില്ല. നീ ഇവങ്ങുമായിട്ട് ഡേറ്റ് ചെയ്തപ്പോൾ ഞാൻ വലുതായിട്ട് എതിർക്കാതിരുന്നതിൻ്റെ കാരണം അവൻ കുറച്ച് പണമൊക്കെ ഉള്ള വീട്ടിലായതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് സമ്മതിച്ചത്. പക്ഷേ ഫെങ്മുയാൻ ഒരിക്കലും നീ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഫെങ്മുയാനെ കല്യാണം കഴിക്കാന്നുള്ള തീരുമാനം എടുത്തത്. അതുപോലെ ഇവങ്ങനെ ബ്രേക്കപ്പ് ചെയ്യാനും അവൻ ഒഴിവാക്കാൻ ഒരൊറ്റ റീസണേ ഉള്ളൂ, അത് വലിയൊരു കാരണമാണ്. അതുപോലെ ഹീറോക്ക് എന്താ കുഴപ്പം, അവൻ കാണാൻ നല്ലതല്ലേ, അവനെല്ലാം കൊണ്ട് ഓക്കെ അല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ലിംഗം പറയാണ് ഇത് നോക്കിക്കേ നീ അവനെ കിട്ടുന്നുള്ള കാര്യം നിന്റെ ചേട്ടനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അതാടി ഞാനും പറയാൻ വേണ്ടി വന്നത്, ഞാൻ അവനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം നീ ദൈവത്തോടെ തന്നെ ചേട്ടനോട് പറയരുതെന്ന് പറയുമ്പോൾ ഇല്ലല്ല ഞാൻ പറയുന്നു പറയും പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവളോട് പറയില്ലേന്ന് പറഞ്ഞതും അവളങ്ങ് പോകും കേട്ടോ. അവൾ പോയ അത്യ സെക്കൻഡിൽ നമ്മുടെ ലിന്നാണെങ്കിൽ അവളുടെ ചേട്ടനെ വിളിച്ച് നടന്ന കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കൊടുക്കും. ഹീറോ ആണെങ്കിൽ അവളുടെ അച്ഛനെ ഒന്ന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി മൊത്തം എടുക്കുന്ന കേട്ടോ. അച്ഛനും പറയാണ് എടാ നീ നല്ലൊരു പയ്യനാണ് അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ എൻ്റെ മോളൊന്നും നിനക്ക് കല്യാണം കഴിച്ച് തരാൻ വേണ്ടി പറ്റില്ല, കാരണം നിനക്ക് നല്ലൊരു വീടില്ല ജോലിയില്ല, എന്ത് വിശ്വസിച്ച് എൻ്റെ കൊച്ചിനെ ഞാൻ നിൻ്റെ കൂടെ പറഞ്ഞു വിടുക. ആ അങ്കിൾ എനിക്ക് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്, എനിക്ക് വലിയ പണമൊന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ജോലി ഞാൻ എത്ര പെട്ടെന്ന് സെറ്റാക്കിക്കോളാം, എൻ്റെ മനസ്സിൽ ഫെയിനി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നാ. അതുപോലെ ഇവങ്ങനെ അവൾ വേണ്ടാന്ന് വെച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാവോ, അവരെല്ലാവരും കൂടി അവളെ കോളേജ് വിടില്ല എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. അച്ഛന് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അവനും അവൻ്റെ അമ്മയും കൂടി എൻ്റെ കൊച്ചിനെ എന്തൊക്കെയാ ചെയ്തത്, പോരാഞ്ഞിട്ട് അവൻ ഈ വീട്ടിൽ വന്നപ്പോൾ വെട്ടി വിഴുങ്ങിയല്ല ചിക്കനൊക്കെ, എൻ്റെ കൊച്ച് ആ വീട്ടിൽ പോയപ്പോൾ അവളെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിപ്പിച്ചല്ലേ, അവനെ എൻ്റെ കൈ കിട്ടിയ
എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോ അച്ഛനെ കൂളാക്കാണ് അവൻ. അതുപോലെ അച്ഛ, നിങ്ങളുടെ മകളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു നോക്ക്. എന്തായാലും ഞാൻ അവളെ നന്നായിട്ട് തന്നെ നോക്കും. അവൾക്ക് വേണ്ട മര്യാദ മൊത്തം ഞാൻ കൊടുക്കുക. അവളെ എപ്പോഴും എന്റെ കൂടെ ഹാപ്പി ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. പ്ലീസ് ഒന്ന് കല്യാണത്തിന് സമ്മതിക്കുമെന്ന് നോക്കുമ്പോഴത്തേക്കിനും ശരി, അതിനു മുമ്പ് നീ എനിക്കൊരു പ്രോമിസ് ചെയ്യേണ്ടി വരും. എൻ്റെ മകളെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. നീ അവളെ നന്നായിട്ട് നോക്കിക്കോണം. അവൾ കരയാൻ പോലും പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അച്ഛന് ഞാൻ പ്രോമിസ് ചെയ്തെന്ന് പറഞ്ഞതാണ്. അച്ഛൻ്റെ മുഖത്ത് സന്തോഷം എങ്ങനെ വരുന്നത്? അച്ഛൻ നോക്കി പറഞ്ഞു, പക്ഷെ ആൻറ്റീനെ എങ്ങനെയും സമ്മതിപ്പിക്കണം എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കത് നോക്കാമെന്ന് പറയും. അതേസമയം ഹീറോയിൻ്റെ സിസ്റ്റർ ആണെങ്കിൽ നേരെ പ്രൊഫസറിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കും ഡോക്ടർ ജിക്കും കല്യാണം ആവാൻ വേണ്ടി പോവുക, സ്വീറ്റ് എടുത്തു എന്ന് പറയുമ്പോഴത്തേക്കിന് ഡോക്ടർ ജീനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് നിനക്കറിയാവോ? അവരെ പാസ്റ്റ് റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയാൻ വേണ്ടി താല്പര്യമില്ല. അതുപോലെ തന്നെ എനിക്ക് ഫാമിലിയിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു പ്രൊജക്റ്റിൽ നിന്ന് മാറ്റിയിരുത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലതായതുകൊണ്ട് എന്നെ ആ പ്രൊജക്റ്റിൽ എടുക്കുമെന്ന് വയ്ക്കുമ്പോഴത്തേക്കിന് നീ ആ പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ അവനെ കല്യാണം കഴിക്കുന്നത് ചോദിക്കും. അങ്ങനെയല്ല, പക്ഷെ ഇതൊരു റീസൺ ആണ് എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിനും പ്രൊഫസർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ പ്രൊജക്റ്റിൽ ഇത്ര ഇതായിട്ടിരിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ ഒരു പ്രൊജക്റ്റ് കാരണം നിന്റെ മാരേജ് ലൈഫ് നീ ഇല്ലാണ്ടാക്കരുതെന്ന് പറയുമ്പോഴത്തേക്കിനും ഇല്ല പ്രൊഫസർ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറേ തിങ്സ് വാങ്ങിച്ചുകൊണ്ട് ഹീറോയിനും കൂട്ടിക്കൊണ്ട് വീണ്ടും അവളുടെ വീട്ടിലോട്ട് പോവാട്ടോ. കാരണം ഇവളുടെ അമ്മേനെ കൂടി ഇനി സമ്മതിപ്പിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട്. അതേസമയം ഇവളുടെ അച്ഛനാണെങ്കിൽ നാട്ടുകാർ മൊത്തം പിടിച്ചു നിർത്തിയിട്ട് എന്തൊക്കെയോ കാണിക്കാട്ടോ, കുൺഫു പഠിപ്പിക്കാന്നെങ്ങാണ്ടാണ് പറയുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അന്ന് ആ ഗെയിം കളിക്കുന്നതിനിടയിൽ എൻ്റെ മാസ്റ്റർക്ക് അതറിയാം ഇതറിയാം കുൺഫു അറിയാം എന്നൊക്കെയാണെങ്കിൽ പറഞ്ഞ് തള്ളിയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് അത് നാട്ടുകാരുടെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴായിരിക്കും നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഹീറോയിൻ ഇവരെ കണ്ടത് എടാ ഇവിടെ നിർത്ത്, നമുക്ക് ഒരുമിച്ച് പോകണ്ട, എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന പറഞ്ഞാലോ ഹീറോ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് വീട്ടിലോട്ട് സന്തോഷത്തോടെ കയറി പോവാട്ടോ. ഇത് കണ്ടത് നാട്ടുകാര് ആഹാ നിന്റെ ശിഷ്യൻ തന്നെ നിനക്ക് മരുമോനാന്ന് സ്ഥിതിയാണല്ലോ എന്നൊക്കെ ചോദിച്ചത് അച്ഛൻ ഒരു മറുപടിയും പറയാതെ നേരെ അവരുടെ അടുത്തോട്ട് വന്നിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, പക്ഷെ കുറച്ച് അടങ്ങി നിൽക്ക് എന്നാണ് പറയുന്നുണ്ട്. അവളുടെ അമ്മയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെ ഉള്ളവരൊക്കെ നമ്മുടെ ഹീറോയിനെ പറ്റി സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുക. നിങ്ങൾക്ക് നല്ലൊരു മരുമകനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, അവൻ നല്ലൊരു പയ്യനാണ് എന്നൊക്കെ കൂടി ഇവരോട് പറഞ്ഞതോ അമ്മയ്ക്കൊരു ദേഷ്യം വന്നിട്ട് അകത്തോട്ട് കയറുക കേട്ടോ. അപ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന തിങ്സൊക്കെയാണ് അവൻ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെ നിന്നോട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു, നിൻ്റെ ഈ കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് വേണ്ടേ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഞാനിവിടെ പട്ടിണിയൊന്നും കിടക്കുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിനും അമ്മ ഇവനെ വെറുതെ വഴക്ക് പറയണ്ട, ഞാൻ ഇവനോട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞേ. അമ്മയാണെങ്കിൽ നീ എന്തൊക്കെ കാണിച്ചാലും വാങ്ങിച്ചാലും ഈ കല്യാണത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കാൻ വേണ്ടി പോകുന്നില്ലെന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അമ്മ ഞാനിവിടെ നന്നായിട്ട് തന്നെ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കിനും എന്ത് വെച്ച് നീ നോക്കുന്ന പറയുന്നത്, നിനക്കൊരു വീടെങ്കിലും ഉണ്ടോ നോക്കുമ്പോഴത്തേക്കിനും അമ്മ അങ്ങനെയൊന്നും പറയണ്ട, ഇവനൊരു വീട് കൊടുക്കാമെന്ന് മിസ് ഷൂ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. നിർത്ത്, നിങ്ങൾ എന്തൊക്കെ ന്യായങ്ങളായി പറയുന്നത്? ഫെനി എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ലിങ്ക് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടല്ല നീ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ കല്യാണത്തിന് നാടകമൊന്നും വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് അമ്മ അതൊന്നും ഒരു കാരണമല്ല ഞാൻ ഇവനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ ഇവങ്ങനെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അവനും അവൻ്റെ ഫാമിലി എന്നെ നന്നായിട്ടല്ല നോക്കുന്നത്, എനിക്കൊരു മര്യാദ തരാതെയാണ് നടക്കുന്നത്. അവരുടെ കൂടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു താഴ്ന്ന ചിന്താഗതിയോട് വേണം എനിക്ക് ആ വീട്ടിൽ മൊത്തം കഴിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലേയില്ല. അതുകൊണ്ട് ഇവനമ്മ എനിക്ക് പറ്റിയ ആൾ, ഇവൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇവൻ നല്ലൊരു പയ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഹീറോ പറ്റി നല്ല രീതിയിൽ സംസാരിച്ചത് അവൻ തന്നെ ഒന്ന് ഇമ്പ്രസ് ആവട്ടോ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് കാല് പിടിച്ച് അമ്മ ഈ മാരേജിന് സമ്മതിക്കാണ്. അങ്ങനെ പിറ്റേ ദിവസം കല്യാണത്തിന് നല്ല ടിപ് ടോപ്പ് ആയിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. ഇവർ ഓൾറെഡി രജിസ്റ്റർ ഓഫീസറിൻ്റെ അവിടെ വന്നേക്കുക, പക്ഷേ ഇതുവരെ അവൻ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഇതാണ് നിന്നോട് പറഞ്ഞ് ഇതേപോലൊരു പൊട്ടിനൊന്നും നീ കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇവിടെ നിന്ന് പിണങ്ങി പോവും. അവൻ എന്തായാലും കറക്റ്റ് ടൈമിൽ വരേണ്ടതാണല്ലോ, ഇപ്പം എന്താ സംഭവിച്ചത് എന്നാണ് ചോദിക്കുമ്പോൾ ഇന്നാണെങ്കിൽ ബാ നമുക്ക് മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഓടി പോവുക, അവൻ വരുന്നതിന് മുമ്പ് ഇനിയും നിനക്ക് ടൈം ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇങ്ങോട്ടൊക്കെ നോക്കിയാലേ നിന്റെ മുഖത്ത് എന്തൊരു വ്യത്യാസം, നീ എന്തെങ്കിലും കള്ളത്തരം ചെയ്തു നിൽക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല. ഇല്ല, നിന്റെ മുഖം കണ്ടാലും എനിക്കറിയില്ല, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം നീ എൻ്റെ ചേട്ടനോട് പറഞ്ഞു നിൽക്കും. ഞാൻ പറഞ്ഞു, പിന്നെ ഫെമിയാനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നു പറയുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ചേട്ടൻ അവൻ എന്ത് ചെയ്തു ഒന്ന് കൊന്നു കാണും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് ഓടാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അതേസമയം ഹീറോയിൻ്റെ ചേട്ടനാണെങ്കിൽ ഫെമിയാൻ്റെ അടുത്ത് പറയാണ് നീ കുറേ ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചു, അതിന് ഞാൻ സാല്യൂട്ട് ചെയ്യാമെന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ സാല്യൂട്ട് ചെയ്തു, പക്ഷെ ഞാൻ തിരിച്ച് ചെയ്യണ്ടേ, ഒന്ന് കൈ അയച്ചു വിടുമെന്ന് നിൽക്കും. അപ്പോഴത്തേക്കിനും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നീ എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് എൻ്റെ അനിയത്തിയിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നാണ് ചോദിക്കുമ്പോഴത്തേക്കിന് കറക്റ്റ് അവിടേക്കാണെങ്കിൽ ഹീറോയിനും ലിന്നാണെങ്കിൽ വരും കേട്ടോ. ചേട്ടൻ എന്ത് കാണിക്കുന്നത്, ഇവൻ എന്തിനാ കെട്ടി വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അത് അയച്ചു വിടുക കേട്ടോ. പിന്നെ ഇവരെ കല്യാണത്തിന് സമ്മതിക്കാൻ വേണ്ടിയിട്ട്
ചേട്ടനോട് ഹീറോ എന്തൊക്കെയോ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഹീറോയിനും പറയാണ്, ചേട്ടൻ എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്, ഇവൻ നല്ലൊരു മനസ്സിനുടമയാണ്, അതൊക്കെ തന്നെ മതി ഇവനെ എനിക്ക് കല്യാണം കഴിക്കാൻ. ചേട്ടൻ ഒരുവിധം മനസ്സിലാക്കിയിട്ട് അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കാണ്, എൻ്റെ അനിയത്തിനെ നീ നന്നായിട്ട് നോക്കത്തില്ല എന്നൊക്കെ ചോദിച്ചാൽ അവൻ്റെ കയ്യിൽ നിന്ന് പ്രോമിസ് വാങ്ങിച്ചതിന് ശേഷമാണ് ഇവർ കല്യാണത്തിനെ സമ്മതിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി പോയിട്ട് രജിസ്റ്റർ ഓഫീസർ രജിസ്റ്റർ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ കല്യാണം കഴിയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വരും. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അങ്ങനെ നൈറ്റായത് പയ്യെ നമ്മുടെ അമ്മയാണെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് നീ ലിന്നിനെ കൊണ്ട് വിടുന്ന പറഞ്ഞിട്ടോ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടിട്ട് ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് അമ്മയച്ഛനും പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് അല്ലേ, അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് ഞങ്ങൾ ബന്ധുക്കളുടെ വീട്ടിലെങ്ങാനും പോയി കടന്നോളാന്ന് പറയുമ്പോൾ ഇല്ലമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ രണ്ടുപേരും റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അവിടെ നിന്നോളാന്ന് പറയുമ്പോഴത്തേക്കിനും ഓ ആണോ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ മാറ്റി നിർത്തിയിട്ട് അമ്മയാണെങ്കിൽ പറയും, നിന്റെ കല്യാണം കഴിഞ്ഞ് അപ്പം നിനക്ക് എല്ലാം അറിയില്ലെന്ന് നോക്കിയപ്പോഴത്തേക്കിന് എന്തറിയുന്ന അല്ല കല്യാണ ശേഷം എന്തൊക്കെ നടക്കണമെന്ന് പറഞ്ഞിട്ട് അവന് വരെ ഓർമ്മയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ വേണം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് പറഞ്ഞിട്ട് അവൾക്ക് താളം വന്നിട്ട് അവിടെ നിന്ന് ഓടുവാട്ടോ. എന്നിട്ട് രണ്ടുപേരും ആണെങ്കിൽ ആ റൂമിലോട്ടാണെങ്കിൽ വരും. അവൾക്കാണെങ്കിൽ പേടിയാട്ടോ. പോരാഞ്ഞിട്ട് അവനാണെങ്കിൽ ബാഗിന് എന്തൊക്കെ തിങ്സ് ഒക്കെ എടുക്കുമ്പോൾ അവളിങ്ങനെ നോക്കാട്ടോ. എന്തെങ്കിലും നോക്കുന്നത് ഞാൻ കുളിക്കാൻ പോകും, എന്താ നീ വരുന്നു നിൽക്കുമ്പോൾ ഇല്ലല്ലോ ഞാൻ വരുന്നില്ല നീ പൊയ്ക്കോന്നറിയാം. അങ്ങനെ അവൻ കുളിച്ചിറങ്ങുമ്പോഴത്തേക്കിനും ഇവളാണെങ്കിൽ എന്തോ ഒരു എഗ്രിമെൻ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്, വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്തോ എന്ത് കുന്തോ ഇതെന്ന് പറഞ്ഞിട്ട് വായിച്ചു നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് രണ്ടുപേർക്ക് ഇടയിലുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പക്ഷേ ഡയറക്റ്റ് ആ റിലേഷൻഷിപ്പിലോട്ട് ഇറങ്ങുമൊന്നും വേണ്ട, പ്രധാനമായിട്ടും ഫിസിക്കൽ കോണ്ടാക്ട് അങ്ങനെയൊന്നും വേണ്ട. ഇതിനൊക്കെ സമ്മതമാണെങ്കിൽ സൈൻ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കിന് അവളെ നോക്കിയിട്ടൊന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ആലോചിക്കുക പോലും ചെയ്താൽ അവൻ അപ്പം തന്നെ സൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കറിയാം നിനക്ക് എൻ്റെ മേൽ വിശ്വാസമില്ലെന്ന്, അതുകൊണ്ട് ഈ വടി വെച്ചോ നിൻ്റെ സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫേനി ഒരുപാട് നന്ദിയുണ്ട്, കാരണം നിൻ്റെ ഫാമിലിയുടെ ഒരു മെമ്പറായിട്ട് എന്നെ നീ തിരഞ്ഞെടുത്തതിന്, എന്നെ കല്യാണം കഴിച്ചതിന്. അവൾ ചിരിച്ചിട്ട് എന്നാൽ കിടക്കാന്ന് പറയുമ്പോഴത്തേക്കിന് അവൻ നിലത്ത് കിടക്കാൻ വേണ്ടി പോവാട്ടോ. ഈ നിലത്ത് കിടന്നാൽ ഭയങ്കര തണുപ്പായിരിക്കും എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ നിൻ്റെ കൂടെ ബെഡിൽ കിടക്കട്ടെ നിൽക്കുമോ വേണ്ട നീ നിലത്തന്നെ കടന്നു നിൽക്കും. എന്നിട്ട് രണ്ടുപേരും കടന്നിരിക്കുന്ന സംസാരിക്കാം കേട്ടോ. ഫെങ്മിയ നീ ഒന്ന് ആലോചിച്ച് നോക്കി, കുഞ്ഞിന് നമ്മൾ രണ്ടുപേരും നീര് കണ്ട അപ്പം നമുക്ക് ബാഡ് ലക്ക് തന്നെയായിരിക്കും, പക്ഷെ ഇപ്പം നമ്മൾ രണ്ടുപേരും ഗുഡ് ലക്ക് ആയില്ലേ കല്യാണമൊക്കെ കഴിച്ചിട്ട്. ശരിയാ, നമ്മുടെ ലൈഫ് മൊത്തം ഇതിന് ഗുഡ് ലക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങാൻ പോകുന്ന ആ വീട്ടിലെ ടേബിളും എല്ലാം എവിടെ വെക്കണം, ഇതിവിടെ വെക്കാല്ലേ അല്ലെങ്കിൽ അത് അവിടെ വെക്കാം എന്നും പറഞ്ഞിട്ട് അവർ പുതിയ വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ എവിടെ വെക്കണം എന്നുള്ള ചർച്ചയിലാണ് അന്ന് നൈറ്റ് മൊത്തം രണ്ടുപേരും. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഹീറോയിൻ്റെ ചേട്ടനാണെങ്കിൽ തിരിച്ച് പണിക്ക് വേണ്ടി പോകട്ടെ, മാരേജ് ഒക്കെ കഴിഞ്ഞില്ലേ. ലിന്നാണെങ്കിൽ പറയുന്നുണ്ട് അടുത്ത വട്ടം വരുമ്പോൾ എന്തായാലും കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ പ്രോമിസ് തരാണ്, എന്തായാലും നമ്മുടെ കല്യാണം അടുത്ത വട്ടം ലീവിന് വരുമ്പോൾ നടക്കും എന്നാണ് ഈ പറഞ്ഞിട്ട് പ്രോമിസും കൊടുത്ത് ചേട്ടൻ ഇവിടുന്ന് പോവാട്ടോ. അങ്ങനെ അന്ന് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് മിഷുവിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കിനും രണ്ടുപേർക്ക് കൺഗ്രാറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ വീടും കൂടി ഒന്ന് തരുമെന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും അയ്യോ പുതിയ വീടൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും കൊടുത്തല്ലോ, ഇനി പഴയ വീടേ ഉള്ളൂ, ഇതെന്ത് ന്യായമാണ്, കല്യാണം കഴിച്ച പുതിയ വീട് തരാതെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇപ്പം ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് പോലും തരത്തില്ലെന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്, എല്ലാവരും വീട്ടിലൊക്കെ നിന്ന് പോയില്ലേ, ഇനി അവരെ ഇറക്കി വിടാൻ പറ്റുമോ, പഴയ വീടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശരി പഴയ വീടെങ്കിൽ പഴയ വീട് അതെങ്ങനെ താന്ന് പറയുമ്പോഴത്തേക്കിന് ഫെയിനാണെങ്കിൽ അത് പറഞ്ഞാൽ നടക്കില്ലല്ലോ, നിങ്ങളല്ലേ പറഞ്ഞ കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമേ വീട് കൊടുക്കുള്ളൂ. ഇപ്പോൾ ഫെങ്ലിനല്ല പുതിയ വീട്ടിൽ നിൽക്കുന്നത്, അവർക്ക് എങ്ങനെ കൊടുത്ത വീട്, കാരണം അവൾ നല്ല പഠിക്കുന്ന കൊച്ചാണ്, നല്ല ടാലൻ്റ് ഉണ്ട്, ആ കഴിവനുസരിച്ച് ഞാൻ കൊടുത്തെന്ന് പറയുമ്പോഴത്തേക്കിനും ഇതൊന്നും ഒട്ടും ശരിയല്ല മിഷു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നിങ്ങൾ വീട് കൊടുക്കുക, ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വീട് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കിടയിൽ നല്ല തർക്കമാവും. പിന്നെ ഇങ്ങനെയൊക്കെയോ ഹീറോ ആണ് അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത്, അവളോട് പറയുന്നിട്ട് അവർ നമുക്ക് വീട് തരത്തില്ലെന്ന് എന്താണ് തീരുമാനിച്ച് വെച്ചേക്കുക, വെറുതെ അവരായിട്ട് അടി കൂട്ടിയിട്ട് ഒരു കാരണമില്ലല്ലോ എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനാ അവൾ അവിടുന്ന് ഒറ്റ കരച്ചിലങ്ങ് കഴിയും. അവളുടെ അടുത്ത് വന്നിട്ട് അവൾ സമാധാനിപ്പിക്കാട്ടോ, ഇപ്പം നമുക്ക് വീടല്ലേ വേണ്ടത്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താന്ന് നോക്കും, അതൊക്കെ ഞാൻ പിന്നെ പറയാം, ഇപ്പം നമുക്ക് നിന്റെ വീട്ടിൽ പോവാല്ലേ എന്നാണ് ചോദിക്കും. അതേസമയം ഇവളുടെ അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന്, അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കൊന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇതിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നത്. വന്നവരെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ, പിന്നെ രണ്ടിടത്തിനും പിടിച്ച് ഫുഡൊക്കെ കൊടുത്ത് അന്ന് നൈറ്റ് രണ്ടുപേരും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അവൻ പതിപോലെ താഴെ തന്നെ കിടക്കുന്നത്, പക്ഷെ അവൾക്ക് ഉറക്കം വരുന്നില്ല. അതെ, രാവിലെ നടന്ന അടി തന്നെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. നമുക്ക് ആ വീട് കിട്ടാൻ വേണ്ടിയിട്ട് നീ എന്തോ ചെയ്യാമെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതെന്തായിരുന്നു പ്ലാൻ എന്ന് നോക്കുമ്പോൾ അതൊരു പ്ലാനാണ്, പക്ഷെ നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, എന്നാലേ ഇതാവുള്ളൂ, ഞാൻ പറയുന്ന എല്ലാം നീ കേൾക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ആ വീട് കിട്ടാൻ വേണ്ടിയിട്ട് നീ പറയുന്ന ഇന്ന് ഞാൻ കേൾക്കാമെന്ന് പറയുന്നത്, അന്ന് ശരി ബാ നമുക്ക് ഇപ്പം തന്നെ പോവാം, ഒരു തലേണയും പായൊക്കെ എടുത്തോ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ആണെങ്കിൽ ആ മിഷുവിൻ്റെ ഓഫീസിലോട്ടാണെങ്കിൽ കള്ളനെ പോലെ പതിഞ്ഞ് കയറുവാണ്.
നമ്മളിപ്പോൾ എന്തിനാ ഇവർ ഓഫീസിൽ കയറി നോക്കുമ്പോഴത്തേക്കിനും അവനും പറയാണ് വീട് തരാത്തവർക്ക് ഒരു മറുപടി കൊടുക്കണ്ടേ, വീട് ഇല്ലാത്തവരുടെ പ്രതികരണം കാണണ്ടേ അവർക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മളിങ്ങ് മിഷുവിൻ്റെ ഓഫീസിലായിരിക്കും കിടക്കുക. പിന്നെ ഇത് കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, നമുക്ക് അത് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്കിനും അവൾക്കാണെങ്കിൽ ഇതിനോട് താല്പര്യമില്ല, പക്ഷെ വീട് കിട്ടിയാലേ പറ്റുള്ളൂ, അതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കട്ടോ. അപ്പോൾ അവനും പറയാ നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്കിന് എന്ത് നടക്കാം, പക്ഷെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. അവളും ശരിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നെർവസ് ആയിട്ട് കിടക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ ഊരാൻ തുടങ്ങും. നീ എന്തോ കാണിക്കുന്നു നിൽക്കുമ്പോൾ, അല്ല അടുത്ത ദിവസം രാവിലെ ഒരു കാണുമ്പോൾ കുറച്ച് നാച്ചുറലായിട്ട് വേണ്ടേ, അതിനു വേണ്ടിയാന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനും എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഊരണം നിൽക്കുമ്പോൾ വേണ്ട വേണ്ട നീ അവിടെ കടന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ മിഷു ആണെങ്കിൽ പതിവ് പോലെ ഓഫീസിലോട്ട് കയറുമ്പോഴത്തേക്കിനും കാണുന്ന കാഴ്ച ഇവർ രണ്ടുപേരും അവിടെ ഉള്ളതായിരിക്കും. അപ്പം തന്നെ അലരുന്നുണ്ട് എന്ത് രണ്ടെണ്ണം ഇവിടെ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് അതോടെ എപ്പിസോഡ് കഴിയുക. അടുത്ത എപ്പിസോഡായിട്ട് എത്ര പെട്ടെന്ന് വരാം. അതുവരെ ബൈ ബൈ.